ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പത്തനംതിട്ടക്കാരുടെ ഒരു നാടൻ ചിക്കൻ കറി കണ്ടാലോ? അതും വിറകടുപ്പിൽ. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാൽ തേങ്ങാക്കൊത്ത്, അതായത് തേങ്ങ അരിഞ്ഞെടുത്തു, പിന്നെ സവാള, കനം കുറച്ച് സവാള അരിഞ്ഞെടുത്തു, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തു. എന്നിട്ട് നമ്മൾ വിറകടുപ്പിലേക്ക് ഉരുളി വെച്ചു. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല നാടൻ ചിക്കൻ കറിയല്ലേ, അതുകൊണ്ട് കുറച്ചധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആവശ്യത്തിന് ചിക്കനൊക്കെ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ആ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ കടുക് ചേർത്ത് കൊടുക്കണം. ഞങ്ങളുടെ നാട്ടിലൊക്കെ കടുക് പൊട്ടിക്കാറുണ്ട്, ചില നാടുകളിലൊന്നും ചിക്കൻ കറിക്ക് കടുക് പൊട്ടിക്കാറില്ല. സോ കടുകിട്ട് കൊടുക്കണം. അത് ആയി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങാക്കൊത്ത് ചിലരാണെങ്കിൽ ആദ്യമേ ഈ എണ്ണ ഒഴിച്ച് കടുകിടുന്നതിന് മുമ്പേ തേങ്ങാക്കൊത്ത് മാറ്റാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അങ്ങനെയല്ല, ആദ്യം തേങ്ങാക്കൊത്തിട്ട് അത് മൂപ്പിച്ചെടുത്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് ഫുള്ള് ബ്രൗൺ കളറാകണ്ട, ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. ഈ സവാളയുടെ കൂടെ കിടന്ന് ആ തേങ്ങാക്കൊത്ത് ഒന്നുകൂടെ ഒന്ന് മുരിഞ്ഞ് വരും. അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് ബ്രൗൺ കളർ ആക്കാത്തത്. എന്നിട്ട് സവാളയും തേങ്ങാക്കൊത്തൂടെ നല്ലോണം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് അത് നല്ലോണം വഴന്ന് വരണം. ഉള്ളി വെള്ളാണെക്കൊണ്ട് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പാണ് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ സവാളയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ ഇളക്കി അത് ഒരു നല്ലോണം വഴന്ന് വരണം. ഉള്ളി എത്രത്തോളം വഴന്ന് വരുന്നോ അതാണ് നമ്മുടെ ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതിന് മുന്നേ കറിയൊക്കെ തുടക്കുന്നതിന് മുമ്പേ നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടെ പുരട്ടി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മാരിനേറ്റ് ചെയ്ത്. എന്നിട്ട് ഈ ചിക്കൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് ഈ പാത്രത്തിൻ്റെ അടി സ്വല്പം കരിഞ്ഞത്. അതൊന്നും മൈൻഡാക്കണ്ട. അങ്ങനെ നമ്മൾ വഴന്ന് വന്ന ഉള്ളിയിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കുക. അങ്ങനെ അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമണം നല്ലോണം മാറിക്കിട്ടണം. അങ്ങനെ നല്ലോണം അത് ഇളക്കി യോജിപ്പിച്ച് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം. അങ്ങനെ തക്കാളി ഇട്ട് നല്ലോണം ഇളക്കി തക്കാളി ഇതിൻ്റെ കൂടെ ചേർന്ന് വഴന്ന് അതൊന്ന് ഉടഞ്ഞു വരുന്ന പരുവാകണം. നമ്മൾ സ്പൂണ് കൊണ്ട് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാം. അങ്ങനെ അത് വഴന്ന് വരുന്ന പാകമാകുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഈ ഒരു പരുവായിട്ടുണ്ട്. നല്ലോണം ഉള്ളിയൊക്കെ വഴന്ന് സവാളയൊക്കെ യോജിച്ച് തക്കാളിയൊക്കെ യോജിച്ച് ഈ പരുവായിട്ടുണ്ട്. ഇങ്ങനെ ഈ പരുവായി കഴിയുമ്പോഴത്തേന് നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് കഴിഞ്ഞതിന് ശേഷമേ ചിക്കൻ ഇട്ട് കൊടുക്കാവൂ. അന്നേരം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. തീ കുറച്ച് കൂട്ടി വെക്കണം. എന്നിട്ട് ഇത് നല്ലോണം ഇളക്കി ഈ ചിക്കനാണെങ്കിൽ ഒരു വെളുത്ത കളർ പോലെ വരും. ആ പാകം വരെ നമ്മൾ ഇളക്കണം. ഈ നമ്മൾ എത്രത്തോളം ചിക്കൻ ഇളക്കി ഇങ്ങനെ വഴറ്റുന്നോ അതും ചിക്കൻ കറിക്ക് ടേസ്റ്റ് കൂടുവേ. ഇത് കണ്ടില്ലേ, അങ്ങനെ ആ ഒരു വെളുത്ത കളർ പോലെ ആകുമ്പോഴത്തേന് പിന്നെ ഒരു പാത്രം എടുത്ത് വെച്ച് മൂടി വെക്കണം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിക്കനിൽ തന്നെ കുറച്ച് നേരം വെള്ളം ഇറങ്ങി വരും. പിന്നെ പാത്രം നോക്കുമ്പോഴത്തേനും കണ്ടില്ലേ, ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്, നമ്മൾ വെള്ളം ചേർത്തതല്ല. അങ്ങനെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നു കഴിയുമ്പോഴേ ചിക്കന് കറക്റ്റായിട്ട് മസാലയൊക്കെ പിടിച്ചുള്ളിലേക്ക് കയറത്തുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ അതിന് ചിലപ്പം പച്ചവെള്ളം ചുവയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പരുവത്തിന് നമ്മൾ നോക്കിയപ്പോൾ ഇതിൽ കുറച്ച് മുളക് പൊടിയുടെയൊക്കെ കുറവുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് മുളക് പൊടിയും ചിക്കൻ മസാലയും കൂടെ മൂപ്പിച്ച്, അതായത് വേറെ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ട് കൊടുത്തു. ഇല്ലെങ്കിൽ ഇതിൽ പച്ച ചുവയ്ക്കും. അതുകൊണ്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അത് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താണ് ഞാൻ മസാല നോക്കി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് നേരം ഇളക്കി പാകത്തിന് ഉപ്പും നോക്കി എന്നിട്ട് ഒരു പാത്രം ഇട്ട് വീണ്ടും അടച്ചു വെച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് ചിക്കൻ എല്ലാം വെന്തു. അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂവി കൊടുത്തു. ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ മല്ലിയില ഉപയോഗിക്കാറില്ല, സോ ഞങ്ങൾ മല്ലിയില ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ചോറിൻ്റെ കൂടെ കൂട്ടി കഴിച്ചു. അങ്ങനെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.